നന്നായി പഠിക്കുക, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുക, ഒരു നല്ല ജോലി നേടുക എന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുന്ന ഒരുപാട് കോഴ്സുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ തൊഴിലധിഷ്ഠിതമായി നൽകുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠനം നടക്കുകയും അതേ സമയത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ള അവസരം കൂടി നൽകുന്ന ഒരു പുതിയ ആശയം അവതരിപ്പിച്ചിരിക്കുകയാണ് ബ്രിഡ്ജിയോൺ എന്ന് പറയുന്ന സ്ഥാപനം. ബ്രിഡ്ജിയോൺ സ്കിൽവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അതിൻ്റെ CEO, അതിൻ്റെ ഫൗണ്ടർ ജാബിർ ഇസ്മയിലാണ് നമുക്കൊപ്പം ചേരുന്നത്. വെൽക്കം. ബ്രിഡ്ജിയോൺ എന്താണ് എന്നുള്ള ആദ്യത്തെ ചോദ്യം. പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. ബ്രിഡ്ജിയോൺ സ്കിൽവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ആക്ച്വലി ബ്രിഡ്ജിയോൺ എന്ന് പറയുന്നത് ആ പേരിലുള്ള പോലെ തന്നെ സ്കിൽ ഫസ്റ്റ് ലേണിംഗ് പ്രൊവൈഡറാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ അറിയാം, ഡിഗ്രി കഴിഞ്ഞ ആളുകൾ ഒരു ജോബ് റെഡി പ്രൊഫഷണലായിട്ട് ഇറങ്ങുന്നില്ല. അവർ പല ആളുകളും ഒരു ജോബിലേക്ക് പോകാൻ വേണ്ടി പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. സോ ആ ഒരു അക്കാദമിയും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആക്ച്വലി നമ്മൾ ബ്രിഡ്ജിയോൺ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു അപ്സ്കില്ലിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സ്കിൽ ഫസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന ലെവലിലേക്ക് അതിനെ മൂവ് ഓൺ ചെയ്തു. അപ്പം സാർ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് നമുക്ക് ഒരു ഡിഗ്രി അപ്സ്കില്ലിങ്ങും അതിൻ്റെ കൂടെ ഡിഗ്രിയും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം സ്കിൽ, പിന്നീട് ഡിഗ്രി എന്നുള്ളതാണ്. അപ്പോൾ അത് ആളുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട്? അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ജോലി നേടാനാണ്, അതെ അല്ലേ? ഒബ്വിയസ്ലി. അപ്പോൾ ജോലി ചെയ്യാനുള്ള പഠനം ആദ്യം നടത്തുക, അതോടൊപ്പം വിദ്യാഭ്യാസം കൂടി, മറ്റ് വിദ്യാഭ്യാസം കൂടി ചേർന്ന് പോവുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? നമ്മൾ ആക്ച്വലി ബ്രിഡ്ജിയോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അപ്സ്കില്ലിംഗ് എന്നുള്ളൊരു മോഡലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഒരു അപ്സ്കില്ലിംഗ് ചെയ്തിട്ട് ജോബിലേക്ക് എൻ്റർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 3 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം അതിനകത്ത് +2 കഴിഞ്ഞ ആളുകൾ പോലും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് അവരൊരു 10 മന്ത് പ്രോഗ്രാമിലൂടെ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു സ്കില്ല് മാത്രം മതി എന്നുള്ളൊരു റിയാലിറ്റി വരുന്നത്. കാരണം പഴയ പോലെ ഡിഗ്രിയോ PGയോ ഒന്നും പല കമ്പനീസ് ഇപ്പോൾ നോക്കുന്നേ ഇല്ല. അവർക്ക് ജോബ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവർ ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം സ്കില്ല് മാത്രം വെച്ചിട്ട് ഇവർക്കൊരു ജോബിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ +2 കഴിഞ്ഞ ആളുകൾക്ക് അപ്സ്കില്ലിംഗ് ചെയ്ത് ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. ദെൻ അവർക്ക് ഡിഗ്രി എന്നുള്ളത് ചിലപ്പം ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മൾ ഡിഗ്രിയും കൂടെ അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് രണ്ടാമതാണ് പരിഗണിക്കുന്നത്. ഒരാൾക്കൊരു തൊഴിലിൽ അതിന് പറ്റുന്ന മേന്മയുണ്ടോ, അത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ ആശയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മൂലധനം എന്ന് പറയുന്നത്. അതെ, നമുക്ക് വിദേശങ്ങളിലൊക്കെ പണ്ട് മുതലേ ഉള്ളൊരു കോൺസെപ്റ്റാണ് വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് എന്നുള്ളത്. അതിന് ഡിഗ്രിയൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ ജോബ് ചെയ്ത് ലേൺ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലത് അത്ര ഫെമിലിയർ അല്ല. ബട്ട് അതിൻ്റെ ഒരു വേറൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് ആദ്യം സ്കില്ല് ഫോക്കസ് ചെയ്തിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം ഇവർക്കൊരു ഫസ്റ്റ് നമ്മൾ വേണ്ടത് ഒരു സ്റ്റുഡൻറ്റിന് അവർ ഏത് ഡൊമൈനിലേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ടെക്ക്, മീഡിയ, ബിസിനസ് 3 വെർട്ടിക്കലുള്ള പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കും. അപ്പോൾ ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവരുടെ ഇൻട്രസ്റ്റ് ഏതാണ്, പാഷൻ ഏതാണെന്നുള്ളത്. എന്നിട്ട് അവർക്ക് അതിനകത്ത് ഇപ്പം ടെക്കാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അവർക്ക് ടെക്കിലൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, ഡാറ്റാ സയൻസ്, AI എഞ്ചിനീയർ, ഇതുപോലത്തെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞിട്ട് 1 മന്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ പീരീഡിൽ അവർക്ക് പ്രാക്ടിക്കലി ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ആ ട്രൈ ഔട്ട് പീരീഡിൽ തന്നെ അവർക്ക് ഇത് അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണോ, അവർക്ക് അതിനകത്ത് സ്കില്ലുണ്ടോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല അവർക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഡൊമൈനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ഒരു നോർമൽ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അകത്ത് ആ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അവർ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അവരുടെ പാഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ അവർക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ പാഷന് വേണ്ടിയുള്ള സ്കില്ല് അക്വയർ ചെയ്യാനും അത് കഴിഞ്ഞൊരു ജോബിലേക്ക് എൻ്റർ ചെയ്യാനും പറ്റും. ശരി, ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഓക്കെ, ഡിഗ്രിയിൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ നിൽക്കുന്നൊരു സമയം ഉണ്ടാകും, അല്ലെങ്കിൽ മേഖല തിരഞ്ഞെടുക്കാം. +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ബ്രിഡ്ജിയോണിൽ വന്നാൽ എന്തായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? ഇതിനകത്ത് +2 സ്റ്റുഡൻസ് ഇപ്പം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്, ഇവർക്ക് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിലും A+ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഏത് സബ്ജക്റ്റിലാണെന്നുള്ള പല ആളുകൾക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ അവിടെയാണ് നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിയോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവരോട് ഇന്ന കോഴ്സ് എടുക്കണമെന്ന് പറയുന്നില്ല. അവർക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുത്ത് അതിനകത്ത് അവരുടെ ആപ്റ്റിറ്റ്യൂഡും പാഷനും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
അങ്ങനെയാണ് നമ്മൾ അവരെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നത്. ഈവൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ചിലപ്പം പ്രാക്ടിക്കലി അത് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ കോഴ്സ് സ്വിച്ച് ചെയ്യാൻ വേറെ വെർട്ടിക്കലിലേക്ക് മൂവ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഒരു ലേണിങ്ങിൽ അത് അവർക്കുണ്ട്. ശരി. ഇതോടെ ഇപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ബിരുദ കോഴ്സുകളും നമ്മൾ അതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യും. അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് നമ്മളത് നടപ്പാക്കുന്നത്? നമ്മൾ ഈ അപ്സ്കില്ലിങ് അല്ലെങ്കിൽ സ്കില്ലാണ് നമ്മളുടെ ഒരു മെയിൻ കോർ ഏരിയ. കാരണം അവരുടെ ജോബിലേക്ക് എത്താൻ ആ ഒരു സാധനം മതി. ബട്ട് അവർക്കൊരു ഹയർ പൊസിഷനിലേക്ക് പോകണമെങ്കിൽ ഡിഗ്രി വേണം. അവിടെയാണ് നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ BBA, MBA, BCA, MCA കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ സ്കില്ല് അക്വയർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആ സ്കില്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഡിഗ്രിയിൽ കിട്ടും. സോ അത്രയും പേപ്പേഴ്സ് അവർക്ക് എക്സെപ്ഷനിൽ കിട്ടും. ഓക്കെ. അപ്പോൾ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കൂടിയാണ്. അതെ, കാരണം ഇവർ ഇപ്പോൾ നോർമൽ +2 കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അവരുടെ കൂടെ +2 പഠിച്ച ആളുകൾ നോർമൽ ഒരു റെഗുലർ ഡിഗ്രി 3-4 വർഷം കഴിഞ്ഞിട്ട് റെഗുലർ ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഇവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ സ്കിൽ അക്വയർ ചെയ്ത് ജോബിലേക്ക് എൻ്റർ ചെയ്യാനും ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ കിട്ടും. സോ അവർക്ക് നോർമലി അവരുടെ കൂടെ പഠിച്ച ആളുകൾ ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവരുടെ മാനേജറായിട്ടോ അല്ലെങ്കിൽ അവരുടെ സീനിയർ പൊസിഷനിലേക്ക് ജോബിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും. ഇതാണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. 18 വയസ്സാകുമ്പോഴത്തേക്ക് സ്വന്തമായി ഏൺ ചെയ്യാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരും എന്നുള്ളത് കൂടിയാണ്. അതെ, ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ്. കാരണം നമ്മളുടെ കൂടെ ഇപ്പം +2 കഴിഞ്ഞ ആളുകൾ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് +2 ക്വാളിഫിക്കേഷൻ മാത്രം വന്നിട്ട് 18-ാം വയസ്സിൽ ഈവൻ ഇന്ത്യയിൽ തന്നെ 50,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി വാങ്ങിയ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിന്നാണ് നമുക്ക് ഇത് പോസിബിൾ ആണെന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രൂവ്ഡ് ആണ് ഈ സാധനം. അപ്പോൾ അതിൻ്റെ മുകളിൽ അതിനെ കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പം ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത്. ബ്രിഡ്ജോൺ പറഞ്ഞു, ഇപ്പം ടെക്, ബിസിനസ്, ഒപ്പം തന്നെ മീഡിയ, ഈ 3 മേഖലകളാണ് നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്കിൽ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാങ്കേതിക രംഗത്ത് വരുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും വരുന്ന മാറ്റങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായും ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലും അത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് നമ്മൾ സംയോജിപ്പിക്കുക? ഒപ്പം ഈ സാങ്കേതിക മേഖലയിൽ മാത്രം നമ്മൾ നൽകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? തൊഴിലധിഷ്ഠിത ട്രെയിനിങ്ങുകൾ ഏതൊക്കെയാണ്? ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വെർട്ടിക്കൽ ടെക്കാണ്, ടെക് സ്കൂളാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് 15 വർഷം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലും ബാംഗ്ലൂർ ഒരു US കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ഒരു പാരലലി ഒരു ട്രെയിനിങ് കൊടുത്താലോ എന്നുള്ള ആഗ്രഹം വന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പാരലലിയാണ് ബ്രിഡ്ജോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചസ് നമുക്കറിയാം. അപ്പം എൻ്റെ കൂടെ ഉള്ള ആളുകളാണെങ്കിലും നമ്മളുടെ അഡ്വൈസേഴ്സ്, നമുക്ക് മെൻറ്റേഴ്സായിട്ട് ഒരുപാട് പേരുകളുണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. സോ ഇവർ ഇൻഡസ്ട്രിയിൽ അത്രയും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഓൺ ദ ഗോ അവൈലബിൾ ആവും. അപ്പം നമ്മുടെ കോഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്, അത്രയും ഫ്ലെക്സിബിൾ ആണ്. കാരണം പുതിയ ചേഞ്ചസ് വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ AI എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് നോർമലി ഒരു അക്കാദമിക്കിനകത്ത് അത് വർഷങ്ങളെടുക്കും ഒരു ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പുതിയ ടെക്നോളജി വരികയാണെങ്കിൽ, പുതിയൊരു ടൂൾ വരികയാണെങ്കിൽ അത് നെക്സ്റ്റ് ഡേ തന്നെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ബിസിനസ് എന്ന് പറയുന്ന സെക്ടറിലേക്ക് വരുന്ന സമയത്ത് ബിസിനസ് രംഗത്ത് നമുക്കറിയാം പലർക്കും ഇപ്പോൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് ജോലി ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി സ്വയം സംരംഭകനാകുക എന്നുള്ളതാണ് മിക്ക ആളുകളുടെയും ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റാർട്ടപ്പുകളൊക്കെ അതിന് ഒരുപാട് സാധ്യതകൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചാണോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അത് ലീഡർഷിപ്പ് ഉണ്ടാക്കുക, അതിലേക്ക് പറ്റുന്ന തരത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക, ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ സ്വയം സംരംഭകരായി വരാൻ പോകുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുക എന്നുള്ളതാണോ ആ ഒരു കോഴ്സിൻ്റെ ഒരു ഫോക്കസ്? നമ്മൾ ബിസിനസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു മോട്ടോ അതായിരുന്നു. കാരണം കൂടുതൽ ഓൺട്രപ്രണേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. കാരണം നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇപ്പം ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇവർക്കൊരു പ്രോപ്പറായിട്ട് ഇവരെ മെൻറ്റർ ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ അവരെ ടെക്നിക്കലി ലേൺ ചെയ്യുന്നതിന് കൂടെ തന്നെ അവരുടെ ഓൺ ബിസിനസ് എന്താണോ, അവരുടെ ഐഡിയ എന്താണോ, ആ ഐഡിയ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നെർച്ചർ ചെയ്ത് നമ്മളൊരു ആക്ച്വൽ സ്റ്റാർട്ടപ്പായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബിസിനസ് സ്കൂളിൻ്റെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പം മീഡിയ അതിലെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മാധ്യമ രംഗത്തേക്ക് വരാൻ പോകുന്ന ആളുകൾക്ക് അവർക്ക് ഏത് തരത്തിൽ സപ്പോർട്ട് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മീഡിയ സ്കൂളിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ കോഴ്സുകളുണ്ട്. പ്രൊഡക്ഷൻ ഉണ്ട്, പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ എഡിറ്റിംഗ്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതുപോലത്തെ കോഴ്സുകളാണ് നമ്മൾ മീഡിയ സ്കൂളിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നത്. സോ ഇതിനകത്ത് നമ്മളുടെ ഈ ഒരു മീഡിയ കോഴ്സ് മാത്രമല്ല, നമ്മുടെ എല്ലാ കോഴ്സുകളും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. സോ അവർക്ക് തന്നെ റിയൽ എക്സ്പോഷർ കിട്ടും, റിയൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കിട്ടും. സോ ആ രീതിയിൽ ഇവരെല്ലാവരും ഒരു ജോബ് റെഡി പ്രൊഫഷണലായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോ ഇന്നത്തെ കാലത്ത് ഒരുപാട്
ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ് മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. സോ ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യാൻ ഒരു എന്താ പറയുക ഒരു 360 ഏരിയയിൽ ഇപ്പം നോർമലി ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുന്ന ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമാണ് പഠിക്കുന്നത്. നമ്മളൊരു എന്താ പറയുക ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആസ്പെക്റ്റും അതിൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ, പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ എല്ലാ ഏരിയയിലുള്ള ഒരു മാസ്റ്റർ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം ഒരു വലിയ ആശയമാണ്. അപ്പം സമ്പാദിച്ചുകൊണ്ട് പഠിക്കുക എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ പറ്റിയൊരു സാധ്യതയാണ്. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള ഫാക്കൽറ്റിയെ കൂടി നമ്മൾ ഉറപ്പാക്കേണ്ടി വരുമെന്നുള്ളത് അത് വലിയ വെല്ലുവിളി കൂടിയാണ്. പ്രത്യേകിച്ച് അതിന് പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രാഗൽഭ്യമുള്ള ആളുകൾ വേണം. അതിനുവേണ്ടി നമ്മൾ ബ്രിഡ്ജിയോൺ എന്താണ് ഇപ്പോൾ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി വേണ്ടത് എക്സ്പേർട്ടുകളാണ് വേണ്ടത്. അതിനകത്ത് ഇൻഡസ്ട്രി എക്സ്പേർട്ടുകൾ വേണം. പല സ്ഥാപനങ്ങളും ഈവൻ സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെ അവർ ഈ ക്ലാസ് റൂം ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സാണ്. നമ്മൾ കോളേജിൽ ഓൾറെഡി ഈ ടീച്ചർ ക്ലാസ് റൂം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് റിസൾട്ട് ഇല്ലാത്ത ആളുകളാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളുടെ മെൻറ്റർഷിപ്പ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടെക് സ്കൂളിൻ്റെ കേസിലാണെങ്കിൽ അവിടെ മെൻറ്റർ ചെയ്യുന്ന റിയൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. ഇപ്പോൾ കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഒരു 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ മെൻറ്റർഷിപ്പിലാണ് ഇവിടെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവരെ ലീഡ് ചെയ്യാനും ഗൈഡ് ചെയ്യാനൊക്കെ അങ്ങനെ എക്സ്പേർട്ടായിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്. ബ്രിഡ്ജ് ഓൺലൈൻ ഞാൻ വന്നൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പറയുന്ന എന്താ പറയുക നമ്മൾ ആ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടും എന്ന് ഉറപ്പാക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്? അത് തീർച്ചയായും ഉണ്ട്. കാരണം അതിനകത്ത് നമ്മളുടെ ഒരു ലേണിംഗ് സിസ്റ്റം തന്നെ അതാണ്. നോർമലി ഇപ്പം നമുക്കൊരു ജോബിലേക്ക് കയറണമെങ്കിൽ ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസിന് ജോബ് കിട്ടണം. നമ്മളിവിടെ കൊടുക്കുന്നത് ആ ഒരു ഇപ്പോൾ 10 മന്ത് പ്രോഗ്രാം ആണെങ്കിൽ ആ 10 മന്ത് പ്രോഗ്രാമിൽ അവർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇപ്പം നമ്മളുടെ അവിടെ ട്രെയിനിങ് കഴിഞ്ഞ പല ആളുകളും ഈവൻ ഫ്രഷേഴ്സ് ജോബിലേക്കല്ല കയറുന്നത്. ഈവൻ 1 ഇയർ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ജോബ് റോളിലേക്ക് കയറാനുള്ള സ്കിൽ സെറ്റ് അവർ ഉണ്ടാക്കിയെടുക്കും. കാരണം അത്രയും പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെക്കിൻ്റെ കേസിലാണെങ്കിൽ 3-4 പ്രൊജക്റ്റുകൾ അവർ ആ ഒരു 10 മന്ത് പീരീഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്കില്ലുണ്ടെങ്കിൽ ജോബ് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനീസ് വില്ലിംഗ് ആണ്. അപ്പോൾ അത് സ്കില്ലുണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. നമ്മുടെ ക്യാമ്പസുകൾ എവിടേക്കാണ് വരുന്നത്? വലിയ ആശയം മുന്നോട്ട് വെക്കുക സ്വാഭാവികമായി അതിന് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് എവിടേക്കാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തുള്ള കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 300+ സ്റ്റുഡൻസിന് ലേൺ ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ്. നമ്മൾ ക്ലാസ് റൂം ട്രെയിനിങ് അല്ല, അവിടെ ഒരു എന്താ പറയുക വർക്ക് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അവർക്ക് പ്രാക്ടിക്കലി ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള 300 സീറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്റ്റുഡൻസിനുള്ള ഫെസിലിറ്റി നമ്മുടെ കിൻഫ്രയിലുണ്ട്. നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മഞ്ചേരിയിലാണ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ. അവിടെ ഓൾമോസ്റ്റ് 200+ സ്റ്റുഡൻസിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ തേർഡ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിലാണ്. പിന്നെ കേരളത്തിന് പുറത്ത് നമ്മൾ കോയമ്പത്തൂർ ഉണ്ട്. ഇപ്പം കാലിക്കറ്റ് ടൗണിലും നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മീഡിയ സ്കൂൾ വരുന്നത് കാലിക്കറ്റ് പന്തീരങ്കാവിലാണ് മീഡിയ സ്കൂൾ വരുന്നത്. അപ്പോൾ ഇതൊരു നല്ല ആശയമാണ്, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത്, സ്വന്തം കാലിൽ നിൽക്കുക. അതിനേക്കാൾ ഉപരിയായി ഒരു നല്ല പ്രൊഫഷണലാകുക എന്നുള്ളത്, കരിയറിൽ ഒരു നല്ല പ്രൊഫഷണലായി എങ്ങനെ മാറാം എന്നുള്ളത് കൂടി ബ്രിഡ്ജിയോൺ നമുക്ക് മുന്നിൽ ഒരു ആശയമായി വെക്കുന്നുണ്ട്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആശയമാണ്, സംരംഭമാണ്. അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് മിസ്റ്റർ ജാബിർ. താങ്ക് യു.